ഒരു പോക്ക് വഴി കാണാത്ത ആൾക്കാർക്ക് ഈ പകൽ ദൈവം പോക്ക് വഴിയുണ്ട്. ദൈവം വിശ്വാസം. നമുക്ക് ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം ഓർപ്പിച്ചല്ലോ. 2 ലേഖനം കൊരിന്ത്യർ എഴുതി. 1-ാം ലേഖനത്തില് 16 അധ്യായങ്ങള്. ഇന്നലെ വരാതെ ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിനെ ഓടിച്ചെന്ന് പോയി ഈ ഭാഗത്തേക്ക് വരാം. 1-ാം അധ്യായത്തില് പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തില് പണക്കോപ്പി കൃഷിയെ, 4-ാം അധ്യായത്തിൽ കണ്ടമാനം ചീർക്കുന്നു, 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടി ദോഷങ്ങൾ സഭയ്ക്കകത്ത്, 6-ാം അധ്യായത്തില് കേസും കോടതിയും വഴക്കും, അകത്ത് തീർക്കുന്നില്ല, വെളിയിൽ കൊടുക്കുക, 7-ാം അധ്യായത്തില് കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം, 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ് പൗലോസിനെ തകർക്കാൻ നോക്കുന്നു, 10-ാം അധ്യായത്തില് വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച് പട്ടുപോയ ചരിത്രം, 11 2 വിഷയങ്ങളാ, ഫാഷനും തിരുമേശി എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഫാഷൻ എല്ലാം സൺഡേ നമ്മൾ പ്രദർശിപ്പിക്കാൻ നോക്കുക. ഞാൻ പിന്നെ വരാവുള്ളൂ, നാളെ നമുക്ക് യോഗമുണ്ടല്ലോ. അപ്പോൾ 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. അപ്പോൾ തന്നെ തിരുമേശികളുടെ തനതായ ഉപദേശം 23 മുതൽ 12-ാം അധ്യായത്തിൽ ചെന്ന് പറയുന്ന കൃപാവരമെല്ലാം നിന്നു പോകുന്നത്, നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, നമുക്കില്ലെന്നേ ഉള്ളൂ. 13-ാം അധ്യായത്തിൽ അതിശ്രേഷ്ഠമായ വരം, അത് സ്നേഹമാണ്, പ്രവചനമല്ല, വെളിപാടുമല്ല, കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതല്ല. അടുത്തിരിക്കുന്ന സഹോദരനെ സ്നേഹിക്കാൻ മേലാത്ത നീയെ കണ്ണടയ്ക്ക് പോകുന്ന കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ വരാം പിന്നെ നിങ്ങൾ വരുമെന്നുള്ളതാണ് ഇപ്പം വിഷയം. അപ്പോൾ 13-ാം അധ്യായത്തില് അതിശ്രേഷ്ഠമായ വരം, 14-ാം അധ്യായം കൃപാവരം നിന്നിട്ടില്ല, പക്ഷെ ആ കൃപാവരം വിനിയോഗിക്കേണ്ട വിധമുണ്ട്. ചിലർക്ക് വരമുണ്ട്, വിവരമില്ല. ചിലർക്ക് വിവരമുണ്ട്, വരവുമില്ല. വിവരവും വരവുള്ളത് വളരെ ചുരുക്കം പേർക്കാം. അത് ഞാൻ പിന്നെ വരാം. 15-ാം അധ്യായം ദൈവമക്കളെ ഉയർപ്പും അടക്കവും ക്രിസ്തുവിനോട് കൂടിയുള്ള വാസം, ഇതൊക്കെയാണ് 15-ൽ വളരെ പ്രത്യാശയുടെ അധ്യായമാണ്. ഒടുവിൽ പറഞ്ഞ് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരണം. 16-ാം അധ്യായത്തില് ഇതെല്ലാം പഠിച്ച നിങ്ങള് കുഴപ്പരുത്, കാഴ്ചബദ്ധത്തിന് 1-ാം നാൾ ഇതെല്ലാം ചേർന്നിട്ട് ഇവിടെ കൊണ്ടുവരണം. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കാം. അതായത് ഞാനത് പറഞ്ഞാൽ പറയും പുള്ളി കുഞ്ഞം വെച്ചത് ആളാണ്, അപ്പൊ അതും വേണ്ട. അപ്പൊ 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. 10-ാം അധ്യായത്തിലെ വിഷയം ഇസ്രായേൽ ചരിത്രം എന്ന് പറഞ്ഞിരിക്കുക. പ്രാരംഭത്തിൽ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻകീഴിലായിരുന്നു, മേഘത്തിന്റെ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയമാണെന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം, എങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിക്കിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഞാൻ ആ വിഷയം എടുക്കുന്നില്ല, തെളിയിടാനുള്ള കാര്യം ഞാൻ ശാന്തമായിട്ട് വചനം ഇങ്ങനെ ധ്യാനിച്ചു. ഇപ്പൊ ഈ പ്രസംഗം മോഷ്ടിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്, മോഷ്ടാക്കൾ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ ആ ഭാഗം ഇങ്ങനെ ശാന്തമായിട്ട് ധ്യാനിച്ചപ്പോൾ ഒരു 38 കൂട്ടം കാര്യമുണ്ട് തെളിയിടാൻ. നിങ്ങൾ എനിക്ക് നേരം പോയ നേരത്ത് 38 പറയാൻ നിൽക്കുകയാണോ? നിങ്ങളുടെ നോട്ട് വരുമ്പോൾ കണ്ടിട്ട് 8 കൂട്ടം കാര്യം പോലും പറയാൻ ഇപ്പൊ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ നമുക്കതും തൊടുന്നില്ല, നിങ്ങൾ വിടുക. അപ്പോൾ ഇവരെ മരുഭൂമിയിൽ തെളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ദൈവത്തിന്റെ മഹത്വം. എന്നിട്ട് പ്രധാനമായിട്ടൊരു 4 കൂട്ടം കാര്യം അവിടെ പരാമർശിച്ചിട്ട് ഇടയ്ക്ക് പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ നിങ്ങൾ സൂക്ഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാ ഒരു കാര്യം കൂടെ പറയാ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ അവിടെ പ്രാരംഭത്തിന് ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ അറിയണം. എന്തോ അറിയണം? ഒന്ന്, അവര് പൂർണ്ണോഹീനമായി, നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ മനുഷ്യ ശരീരം, എനിക്ക് സയൻസ് ഒന്നും അറിയത്തില്ല, തെറ്റുകാരെ നിങ്ങൾ ക്ഷമിക്കണം. യോഗ കഴിയുമ്പം എന്നെ ശാന്തമായിട്ട് വിളിച്ച് തിരുത്തി തരികയും ചെയ്യണം. എനിക്ക് അറിയത്തില്ലല്ലോ, അറിവുള്ള നിങ്ങളാണ്. ഇത് പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ്. അങ്ങനല്ലേ? മലയാളം അറിയാമെന്നല്ലോ.
പഞ്ചേന്ദ്രിയം എന്തൊക്കെയാ? ഉച്ചയ്ക്ക് ഇത്രയും ഒപ്പിച്ചത് വലിയ കാര്യം. അപ്പോൾ തന്നെ പഞ്ചഭൂതങ്ങളുമായിട്ട് ഇത് ലയിച്ചാണ് നിൽക്കുന്നത്. അഗ്നി അല്ലെങ്കിൽ അനലൻ, വായു, വെള്ളം, ഇതുമൊക്കെ ആയിട്ട് ലയിച്ചാണ് നിൽക്കുന്നത്. ഇനി ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഈ ശരീരം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അതെ, മണ്ണിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണിനോട് വലിയ താല്പര്യമാണ്. ഇനി അവസരം കിട്ടിയ 2 വീടുകൂടെ വിധത്തിൽ മേടിക്കാനില്ല താല്പര്യം മിണ്ടുന്നില്ല. ഇപ്പൊ ഓൾറെഡി കുറെ ഉണ്ട്. അത് റെന്റിന് കൊടുത്തിരിക്കുക. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോട്ടെ ഉണർവ് അതിനെ തല്ലിപ്പൊളിക്കൊന്നും വേണ്ട. ഇച്ചിരൂടെ വസ്തു കിട്ടിയാൽ വേണ്ടാന്ന് ആരും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിലെ ഇപ്പം പലരും വേണ്ടാന്ന് വെക്കുക. കാരണം ഇവിടെ ഇതായതുകൊണ്ട്. നിങ്ങളോട് പറയാ, ഇതിനടുത്ത് കുറച്ച് വസ്തു കൊണ്ട് 3-4 വീടുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓ വേണ്ട എന്ന് എല്ലാവരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശ്വാസം കൊണ്ടിരിക്കും തമ്മിച്ചിരുന്നു എന്ന വിളക്കവും ശാന്തമായിട്ട് ചില കാര്യം പറയുന്നല്ലേ. ഇത് ഈ മണ്ണിൽ എടുത്തതുകൊണ്ട് മണ്ണിനോട് താല്പര്യമാണ്. ഞാൻ അമേരിക്ക ഇവിടെ വന്നപ്പം ഇവിടെ അങ്ങനെ അതിര് തിരിച്ചിട്ടേക്കുന്ന കാണുന്നില്ല. നാട്ടിൽ മുഴുവൻ അതിര് തർക്കമാണ്. അതിര് തർക്കം ഉണ്ടാക്കിയ ചില ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഒക്കാത്തതുകൊണ്ടങ്ങനെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഞങ്ങള് കുറച്ച് ദിവസം മുമ്പ് നടക്കാൻ പോയപ്പോൾ എന്നോട് നിർദ്ദേശം തന്നു, പാസ്റ്റർ നടക്കുമ്പം നമ്മൾ ആ നടക്കുന്ന പാതയിൽ കൂടെ നടക്കാവൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇടങ്ങി ചോദിച്ച അവരുടെ വസ്തു വെടിവെക്കുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ നേരോ തെറ്റോ ഒന്നും എനിക്കറിയത്തില്ല. അതിലാരും ഇതുവരെ വെടിവെച്ചില്ല, കാരണം ഞാൻ കയറിയില്ലല്ലോ. എന്നാലും ഒരു കാര്യം അഭിനന്ദനീയം, ഇവിടെ അങ്ങനെ അതിന് തിരിച്ചിട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ ഇവിടെ ആരോഗ്യവുമില്ല. നാട്ടിലെ ചില വല്യമ്മമാരെ ചില യൗവനക്കാരുമൊക്കെ എപ്പോ നോക്കിയാലും അതിലേ കാണും. നിങ്ങളിവിടെ ആയതുകൊണ്ടൊന്നും അറിയത്തില്ല. തർക്കമല്ലേ? അത് കുറ്റമായിട്ട് പറയുന്നില്ല. ഇത് മണ്ണിൽ നടത്തണം. ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ നിങ്ങളൊക്കെ വർഷത്തിനും ഞാൻ പ്രതിക നമ്മളെല്ലാം പാടും നമ്മൾ മണ്ണെ പ്രതിമാനിക്കാൻ വേണ്ടിയില്ല. ചുമ്മാ പാടുന്നു. അത് ബ്രാൻഡഡ് ചെയ്ത് CS മാത്യുവാണ്. നമ്മൾ പിന്നെ ഓണത്തിന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പാടുന്നുണ്ട്. ശരിയാണ്. 1-ാം പ്രതി നിങ്ങൾ ചിന്തിക്കരുത്. അയാൾ വന്ന് ഞങ്ങളെ നല്ല താങ്ങ് താങ്ങില്ല. ആദ്യത്തെ താങ്ങ് എനിക്കാണ്. കാരണം എക്സ്കേജ് വായിക്കുന്നത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ്. അപ്പൊ ആദ്യം പുൾപ്പിറ്റെന്നാ തുടങ്ങണ്ടേ. ആദ്യം പുൾപ്പിറ്റെന്നാ, അങ്ങോട്ടല്ല. ആദ്യം പുൾപ്പിറ്റ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ഞാൻ. അപ്പൊ നമുക്ക് ഈ മണ്ണിനോട് വലിയ താല്പര്യമാണ്. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. നാട്ടിലെ ഒരു ഭട്ടകവിയായിരുന്നു പൂന്താനം. അദ്ദേഹം ഒരു വരി എഴുതി, ചിലർക്കറിയാം. വരി ഇങ്ങനെ അർത്ഥസമ്പുഷ്ടമാണ്. അർത്ഥമെത്ര വളരെ ഉണ്ടാകലും തൃപ്തിയാകാം മനുഷ്യന്റെ കാലം 10 കിട്ടുക 100 മതിയെന്നും ശതമാനം സഹസ്രം മതിയെന്നും 1000 പണം കയ്യിൽ വന്നാലും മതി വരുന്നില്ല. അവിടെ ഒരു പദപുശകലമുണ്ട്. അവിടെ ആശയായുള്ള പാശമതി എന്ന് വേർവിടാതെ കരയെന്ന് കേൾക്കുവേ. ഇതിന് തത്തുല്യമായ ഒരു വരി നമുക്കുമുണ്ട്. ആശാപാശമാകും പിന്നെ എല്ലാ കുട്ടിയും നമുക്കറിയാം. അപ്പൊ ആശയാകുന്ന പാശം, ആഗ്രഹം, മോഹം. അവിടെ പറയാ നിങ്ങള് ദുർമോഹിതനാകരുത്. ദുർമോഹിതനായാൽ നിങ്ങൾ പട്ടുപോകും.
നിങ്ങളുടെ സ്വസ്ഥത നേടും, നിങ്ങളുടെ ആത്മീയത്തിന് ഫലം ഉണ്ടാകും. നിങ്ങൾക്ക് നിത്യത ചെല്ലാൻ ഒക്കത്തില്ല. ഈ മരുഭൂമിയിൽ അങ്ങനെ ദുർബോധം അകത്ത് കയറിയാൽ അത് നമ്മൾ പട്ടുപോകും. എപ്പോഴും ഞാൻ പറയുന്ന സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം വേദവിഹാരത്തിലുണ്ട്. ചങ്ങല ചങ്ങല ഭയങ്കരം, ചങ്ങല ഭയങ്കരമാ, പക്ഷെ അതിലും ഭയാനകമാ ആശച്ചങ്ങല. ചങ്ങല ചങ്ങല ഭയങ്കരം, ചങ്ങല തളപ്പിന്നു നിൽക്കും ഏകത്രപത്തന ആശച്ചങ്ങലമുണ്ട് ബന്ധിക്കിൽ അവർക്കപ്പോൾ ആശകളോട് ഓടി നടക്കുന്നില്ല എന്നീ അതിനാൽ ആയുസുന്ന നക്ഷത്രയും പ്രാപകൃതിയും വിഷയഭോഗങ്ങളാൽ ഇന്നൊരു തൃപ്തി. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല, മതി വരുന്നില്ല. എന്നേക്കാൾ പ്രായമുള്ളവരും പക്വത വന്നവരും ജീവിതത്തിൽ ഇരുത്തം വന്നവരും ശുശ്രൂഷയിൽ പഴക്കമുള്ളവരും പ്രായം കൊണ്ടുമൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ പലരും എന്നേക്കാൾ പഴക്കമുള്ളവരും ബഹുമാന്യരുമാണ്. എന്റെ പിതാവിന്റെ പ്രായമാകാനുള്ളവരും ഇതിനകത്തുണ്ട്. നിങ്ങൾ ചുമ്മാതാണ്, എനിക്ക് അത്ര പ്രായമുള്ളൂ. നിങ്ങൾ ചിലർ അംഗീകരിക്കുകയല്ല. അപ്പം ഇത്ര കൊല്ലം കൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന നാട്ടിലൊക്കെ ഞാൻ നിങ്ങളോട് അല്ല ഉണ്ടെങ്കിൽ എന്ന് പറയാൻ എനിക്ക് പുള്ളിയോടൊന്ന് അടുത്ത് ഇരിക്കാനും ഇടപെടാനും ഒക്കെ സാവകാശം ലഭിക്കാനും കർത്താവ് എനിക്ക് 1 രൂപ പോലും തരരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്ന നല്ലതാ. ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, എന്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസരം ഒരാളുണ്ട് കേട്ടോ, എനിക്ക് പുള്ളി ഒന്ന് കാണാൻ. എന്തായാലും പറ. എത്ര കിട്ടിയിട്ടും എനിക്ക് നിങ്ങൾക്ക് മതി വരുന്നില്ലല്ലോ. അവരുടെ ആവശ്യങ്ങൾ കൂടുതലാണ്. പഴയ ഒരു കട ഓർമ്മ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള മലർപ്പൊടിക്കാരൻ പഠിച്ചിട്ടില്ലേ? പഠിച്ച് മറന്നു പോയത്. മലർപ്പൊടിക്കാരൻ വീടുകളിൽ കയറി ചില മലർപ്പൊടി കിട്ടി. അതൊരു മംഗളത്തിനകത്താക്കി വീട്ടിൽ കൊണ്ടുവന്ന് കളയാം. പക്ഷെ കാര്യമുണ്ട്, മൺകുളത്തിലാക്കി ഒരു ഉളി എന്ന് പറയും, ഉളി കെട്ടി തൂക്കി. അതിങ്ങനെ തൂക്കിയിട്ട് പുള്ളി അവിടെ ഒന്ന് ക്ഷീണം കൊണ്ട് മയങ്ങിയപ്പം സ്വപ്നം കാണുക. മലർപ്പൊടി കുഴപ്പമില്ല. അപ്പൊ ഈ മലർപ്പൊടി പിന്നെ ഇച്ചിരി കിട്ടി, അത് വ്യാപാരം ചെയ്ത് മലർപ്പൊടി വ്യാപാരം ചെയ്ത ഒരു കോഴി കുഞ്ഞുങ്ങളും ഒരു കോഴിയെ മേടിച്ച് ഒത്തിച്ചു. പിന്നെയാണ് അറ വെച്ചപ്പോൾ ഇഷ്ടം പോലെ കോഴി കുഞ്ഞുങ്ങളുമായി. ആ കോഴി കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ വിറ്റപ്പം ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ മേടിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ ആട്ടിൻകുട്ടി ചെനയേറ്റു. പ്രസവിച്ചപ്പം 6. അത് പിന്നെ 6 ചനയേറ്റ് വർദ്ധിച്ച് ഇഷ്ടം പോലെ ആട്. പിന്നെ കാളെ മേടിച്ചു, കണ്ടമായി, നിലമായി, പിന്നെ വേലക്കാരും ജോലിക്കാരുമായി. അപ്പൊ പുള്ളിക്കൊരാഗ്രഹം, കല്യാണം കഴിച്ചാൽ കൊള്ളാം. അപ്പൊ കല്യാണം നല്ല കല്യാണം നടന്നു. കാരണം ഇത് ചുറ്റുപാടായപ്പോ പിന്നെ വരുമല്ല, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വരും. കല്യാണമൊക്കെ നടന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുടുംബജീവിതം നയിച്ച്
കുഞ്ഞിനെയും ദൈവം കൊടുത്തു. നല്ല വീട് വക്കുകയാണ്. അപ്പൊ പുള്ളി നിരപ്പ് വെള്ളത്തിന് കസേരയിൽ ഇങ്ങനെ ചാരകസേര കിടക്കുക. അപ്പം അദ്ദേഹത്തിന്റെ കുഞ്ഞ് അകത്തുനിന്ന് മുട്ടയിലിഴഞ്ഞ് തിരുന്നയുടെ അങ്ങേറ്റത്ത് മുന്നോട്ട് വരുന്നു. ആ കിടന്ന കിടപ്പിൽ പറഞ്ഞ എടി കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു. ഭാര്യ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ ഒരു ജോലിയാണ്. പിന്നെ കൂടി കിടന്ന കിടപ്പിൽ പറഞ്ഞു കൊച്ചിനെ എടുക്കാൻ. 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. അപ്പൊ ഭാര്യ ഇങ്ങനെ പുള്ളിയുടെ സൈഡിൽ കൂടെ ഒറ്റ തൊഴി ഭാര്യയ്ക്കുണ്ട്. നീ അനുസരിക്കുകയല്ലേ, തൊഴിച്ചെല്ലി കാലത്തെ ഉള്ള മലർപ്പൊടി നമ്മൾ തൊഴിച്ചില്ലെന്നേ ഉള്ളൂ. ഇരിപ്പ് കണ്ടിട്ട് ആവശ്യമില്ലാത്ത മരം കൊട്ടകെട്ടരുത്, ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് ജനിക്കരുത്. നല്ല മോഹങ്ങളും ഇല്ലേ, നല്ല മോഹം. ഞാൻ മിക്കപ്പെട്ടത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച്, നല്ല മോഹം. കാരണം പേരുടെ പുണ്യക്കാട്ടെ അപ്പച്ചനെ നല്ല മോഹമായിരുന്നു. പിള്ളേർ പോലീസിലുണ്ട്, സഹിച്ചാനുമൊക്കെ അവർ പിള്ളേരോട് പറഞ്ഞാ ഞാൻ ഈയിടെ ചാടും, ഒരു കുഴപ്പമില്ല. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു ഞാൻ മരിക്കും. പക്ഷെ ഒരാഗ്രഹം, ഒരു മോഹം, ഒരാഗ്രഹം, വീടിന്റെ മുറ്റത്ത് പന്തലിട്ട് ഒരു 5 ദിവസം കൺവെൻഷൻ നടന്നതാണ്. നല്ല മോഹം. ആദ്യം പിള്ളേരെ ഉഴപ്പി, എങ്കിലും അപ്പച്ചൻ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോ പിള്ളേർ അതിന് വിധേയപ്പെട്ടു. മുറ്റത്ത് പന്തലിട്ട് 5 ദിവസം യോഗം. വിവരിക്കുന്നില്ല. യോഗ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തല് പൊളിച്ചില്ല, ആ പന്തലിലാണെങ്കിൽ ശുശ്രൂഷ. നല്ല മോഹം അല്ലേ? നമ്മുടെ മോഹം എല്ലാവരുടെയും കാര്യമല്ല. നമുക്ക് ഇവിടെ ഒരു അമേരിക്കയിലുണ്ട്, എനിക്കറിയാം, പിക്നിക്ക് വന്നു, കുഴപ്പമില്ല. പാസ്റ്റർ ആദ്യം കയറി ഓടുന്നു. പാസ്റ്റർ ആദ്യം കയറി മിണ്ടുന്നില്ല. അല്ല മിണ്ടണ്ട വേണ്ട, എന്തിനാ? ഞാൻ പുറകോട്ട് നോക്കുന്നല്ലോ, എല്ലാവരുടെ പ്രതികരണം എന്നാണ് അറിയാനായിട്ട്. ചാതി കയറി ഓടി. ആണ് ഞാൻ ഒന്ന് പരാമർശിക്കുന്ന വിഷയം വിട്ടാക്കാൻ എന്തിനാ അവരുടെ ആലോചന ഉണ്ടാക്കുന്നത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞ എന്തിന് അതിർത്തി ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് പറയണം, നാളെ ഒരു പൊതിയില്ല ദൈവത്തിനുള്ളത്. പക്ഷേ ഞാനെപ്പോഴും പറയും, രീതിക്ക് മാറ്റമൊന്നും വരികയല്ല. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, കൈ തന്നാലും കൊള്ളാം, കൈ തന്നില്ലേലും കൊള്ളാം, മിണ്ടിയാലും കൊള്ളാം, മിണ്ടിയിലും ഇതിന് ഒരു ഇവിടെ മാറ്റില്ല. സ്തോത്രം. ഇവിടുത്തെ ജീവിതമല്ല വിഷയം, നിത്യതയിലെത്തുന്ന ആ വിഷയം. ഇവിടെ ആള് കളിക്കാം, എനിക്ക് നിങ്ങൾക്ക് ആള് കളിക്കാം. കസേരയുണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ, പൊസിഷൻ ഉണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ, കുടുംബബലമുണ്ടെങ്കിൽ. എന്നോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ 350 ഫാമിലി ഉണ്ടാവും. എവിടെയാണ് എന്തുവാണെന്ന് എന്നോട് ഇപ്പൊ ചോദിക്കുകയും വേണ്ട, ഞാൻ പറയത്തുമില്ല. അത് നല്ലതാണ്. ആളുകളുണ്ടെങ്കിൽ, കായബലമുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ പറയും പൊളിറ്റിക്കൽ ബലമുണ്ടെങ്കിൽ പലതും നേടാം, പലതും നടക്കും. സ്വാധീനം ഉപയോഗിച്ച് അങ്ങനെ ചെല്ലുന്നതാണ് വിഷയം. തണ്ടുവെച്ച പകരം പ്രധാനമുള്ള കപ്പലുമൊന്നും അങ്ങ് ചെല്ലുകയല്ല. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശൂദ്രന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന നിത്യ സന്തോഷം ശ്രീ
എടുത്തില്ലെങ്കിലും ബാക്കി 21 മണിക്കൂറാണ് നന്നായിട്ട് ഭരിക്കേണ്ടത്. സ്തോത്രം. ആവശ്യമില്ലാത്ത മോഹങ്ങളെ അപ്പൊ ഇതിനെ പിടിച്ചടക്കണം. പൗലോസ് കൃത്യമല്ലെങ്കിലും അതിനോട് ആശയപ്പെടുന്ന പറഞ്ഞ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരും. അതിനെ പിടിച്ചടക്കണം. അതിനെ ഉപവാസ പ്രാർത്ഥന. അല്ലാതെ വണ്ടി മേടിക്കാനും വചനം കെട്ടിക്കാനും മോളെ കല്യാണം നടക്കാനും മോന്റെ കല്യാണം നടക്കാനും വീട് മേടിക്കാനും റിയൽ എസ്റ്റേറ്റ് നന്നായിട്ട് പോകാനും വണ്ടി മേടിക്കാനും പുതിയ വണ്ടി മേടിക്കാനും വിസ അടിച്ചു കിട്ടാനും പുതുക്കുന്ന ഒരു ഇംഗ്ലീഷ് റിന്യൂ എന്തോ ചോദിച്ചാ തെറ്റിയില്ലല്ലോ, ഇരിക്കട്ടെ ഇംഗ്ലീഷ്. ഉപവാസ പ്രാർത്ഥന അതിനല്ല. നിത്യതയെ ചെല്ലുന്നത് തടസ്സമായി എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ പൊങ്ങി വരുന്ന ഉയർന്നു വരുന്ന വിചാരങ്ങൾ ആശകൾ ഇച്ഛകൾ തൃഷ്ണ അതിനെ ഇടക്കി അതിനെ പിടിച്ചിറക്കി ആത്മാവിൽ ബലപ്പെടാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തന്നോളും. ഞാൻ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന് ഇതുവരെ വന്നല്ലോ. ദൈവം വിശ്വസ്തൻ. നീ നടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ രക്ഷിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്താനിക്ക് നോക്കുന്നതിനായി ദൈവം അനുവദിക്കത്തില്ല. വിശ്വസ്തയോടെ ദൈവത്തെ ഭരിച്ച് കർത്താവിന്റെ കാലിന് വേണ്ടി വരുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൗരന്മാരുടെ ഉയർച്ചകളെ പിടിച്ചിറക്കി അപ്പൊ ഇതിനാണ് മോഹം. ഇതിനെ പിടിക്കണം. ആധാരപ്പെടുത്ത പറയാൻ ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ, അതിന് ഭയങ്കരമാ ആശ ചങ്ങല. ചങ്ങല തുറപ്പിക്കോ നിൽക്കും ഏകത്രവത്തന ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളക്കൻ പോരാശകളോടും ഓടി നടക്കുന്നില്ലേ. എത്ര ഇടഞ്ഞ കൊമ്പനെയാണെങ്കിലും ചങ്ങല കിട്ടാൻ അവിടെ നിൽക്കും. നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ എല്ലാവർക്കും പിടികിട്ടില്ല. പാമ്പാടി രാജ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഗുരുവായൂർ കേശവൻ എത്ര ഇടഞ്ഞ കൊമ്പനെയാണെങ്കിലും അത് പരിശീലിച്ച പാപ്പാന്മാരും അതിന് ചുമതലപ്പെട്ടവര് അതിനെ പറ്റി ഗ്രാഹ്യമുള്ളവര് ചങ്ങല കിട്ടാൻ ഇങ്ങനെ ആടും. പക്ഷെ അവിടെ നിൽക്കും. ചങ്ങല തറപ്പിങ്കൽ നിൽക്കും ഏകത്രവത്തൻ. കൊമ്പൊക്കെ ഇങ്ങനെ ഇടഞ്ഞൊക്കെ നിൽക്കും. പക്ഷെ അവിടെ ചങ്ങല കിട്ടാൻ അവിടെ നിൽക്കും. ചങ്ങല തറപ്പിങ്കൽ നിൽക്കും ഏകത്രവത്തൻ. അടുത്ത പറഞ്ഞു ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോരാശക തോർന്നോട് നടക്കും നിലയെന്നെ. ശരി, ആശക്കങ്ങളെ കൊണ്ട് ബന്ധിച്ചാൽ ഒക്കത്തില്ല. ഈ അതുകൊണ്ട് ബന്ധിച്ചാൽ അളർക്കൻ പോകുന്നത് പോലെ പോകും. അളർക്കൻ എന്ന് പറഞ്ഞാൽ പേപ്പട്ടി, കുക്കുലം പാട്ടി. അളർക്കൻ പേപ്പട്ടി. മനസ്സിലാകുന്ന ഭാഷ നാടൻ ഭാഷ. എന്റെ ശൈലിയ കുട്ടനാടൻ ഭാഷ പറഞ്ഞ ആശച്ചങ്ങ അകത്ത് കയറിയാൽ നീ പേപ്പട്ടി നടക്കുന്നത് പോലെ നടക്കും. അങ്ങനെ നടക്കുന്ന ഒത്തിരി പേരെ നമ്മളെ കണ്ടിട്ടില്ല. ഒരു സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ് ഒരു സ്വസ്ഥതയില്ല? അപ്പോ നീ പേപ്പട്ടിയ. എന്തുകൊണ്ടാ വിശേഷന്റെ ഭാഷ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം എടുത്ത് കഴിയുമ്പോൾ നടക്കുമ്പോൾ ഒരു സ്വസ്ഥതയെ പേപ്പട്ടിയ. കാരണം ആവശ്യമില്ലാത്ത മോഹങ്ങളും ത്യാഗങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾ അകത്ത് കയറി കുമിഞ്ഞിരിക്കുക. നിങ്ങളെ നാട്ടിൽ നിന്ന് വന്നവരാ പലരും. ഇവിടെ ജനിച്ചവർ ചുരുക്കം പേരേ ഉള്ളൂ. മിക്കവരും നാട്ടിൽ നിന്ന് വന്നതല്ലേ. പേപ്പട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെ കാട്ടല്ലോ വലിയ കാര്യം.
നീട്ടി ഇട്ടിട്ട് ഇട്ടിട്ട് ലക്ഷ്യമില്ലല്ലോ, ലക്ഷ്യമില്ലല്ലോ, ലാഗില്ലല്ലോ. ആരെ കണ്ടാലും കാണിക്കും. എവിടെ കയറും? കന്നാലിയെ കടിക്കും, ആനയെ കടിക്കും, മനുഷ്യനെ കടിക്കും. കണ്ണി കാണുന്നതല്ല. ഒടുവിലത്തെ ഗതി എന്താണെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ. ദൈവത്തിന് മകനം. ഒരു ദൈവത്തിൽ ഇങ്ങനെയുള്ള വിചാര ആഗ്രഹങ്ങളെ പിടിച്ചടക്കണം. അതിനായി ഉപവാസവും പ്രാർത്ഥനയൊക്കെ പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ എന്തോ വീടിന്റെ വിഷയത്തിന് വീട് മേടിക്കണം. എന്താ നടക്കത്തില്ല. പ്രവാചകൻ അത് പറഞ്ഞു 21 ഇരുന്നോണെ സമാധി ഇരിക്കുമ്പോൾ ഇരിക്കുക, കഞ്ഞി വെള്ളം കുടിക്കാതെ. എന്നെ അപ്പോസിക്കുന്നു. മോന്റെ കല്യാണം നടക്കണം. അതിന് എന്നെ കെട്ടിച്ചു. അവനൊരു താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു താല്പര്യമില്ല. ബാക്കി ഞാനിപ്പം പൊതുവിൽ പറയാൻ പല കാര്യവും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും അനുഭവിക്കുന്നത് പ്രാർത്ഥിക്കരുതെന്നല്ല. ഒരു കാര്യം പറയാം, നിത്യതയ്ക്ക് തടസ്സമായി, സ്വർഗത്തിൽ പോകുന്നത് തടസ്സമായി, ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഇങ്ങനെയുള്ള തൃഷ്ണകളെ പിടിച്ചടക്കണം. അത് സ്വയശക്തി കൊണ്ട് ഒക്കത്തില്ല. ഞാൻ ജിമ്മാണ് പറഞ്ഞാലും 10 ഇച്ചിരി ഞാൻ ഒറ്റവെട്ടിന് ഇത് നടത്താൻ പറ്റുമോ? ഞാൻ മിസ്റ്റർ കേരള ആയിരുന്നു. പിന്നെ ബിരുദത്തെ വന്നപ്പോ ഇങ്ങനെ ഭാവിയിരിക്കുന്നത് മിസ്റ്റർ കേരളയെ കൊണ്ടൊന്നും അടക്കാറൊക്കത്തില്ല. ഇത് ചായവെള്ളം കൊണ്ട് ഒക്കത്തില്ല, സാമ്പത്തിക ഭദ്രത കൊണ്ട് ഒക്കത്തില്ല. ഇതേ ആത്മബലം കൊണ്ട്. സ്തോത്രം. കൊച്ചുദേശി പാടിയൊരു പാട്ടിന്റെ വരി പഴയ പാട്ടാ. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. നല്ല വരികളാണ്. നമുക്ക് ആ പാട്ട് അറിയാവോ? നല്ല പാട്ടല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഒക്കത്തില്ല. കാര്യബലം കൊണ്ടോ സ്വയശക്തി കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ ഒന്നും ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല. ദൈവാത്മാവിന്റെ ശക്തിയാണ്. അവൻ ആ ശക്തി വീണ്ടും ആർജിച്ചെടുക്കാനാ ഉപവാസവും പ്രാർത്ഥന. അതിനെ ജയിക്കണം. അതിനാ ഉപവാസം, അതിനാ പ്രാർത്ഥന. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് പാർത്തിരിക്കുമ്പോൾ ആ എല്ലാം ഇല്ലാത്ത ദൈവശക്തി ദൈവം നമ്മുടെ ബോധനീയങ്ങളുടെ നെല്ലിലല്ല ബോധനങ്ങളെ ഇരിക്കുന്ന ദൈവശക്തി അവയാലുള്ള സകലമായ വിധാനങ്ങൾ അങ്ങനെ നിന്നാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. ഒന്ന് ഇങ്ങനെയുള്ള ദുർമോഹം ജയിക്കണം. ചിലയിടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൂടെ ആവർത്തിക്കുക.
നല്ല മനസ്സോടാ പറയുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള യാതൊരു ചിന്താഭാരവും